കേരളത്തെ സൃഷ്ടിച്ച ഇരട്ടച്ചങ്കൻ കാരണഭൂതം വാഴുന്ന ഈ കേരളത്തിൽ കാരണഭൂതം ഭരിക്കുന്ന വകുപ്പാണ് കേട്ടോ ആഭ്യന്തര വകുപ്പ്. ആ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരുപക്ഷെ ഇന്ന് കേരളത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരു ക്രിമിനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കണം ഗോവിന്ദച്ചാമിയെ. സൗമ്യയുടെ ആ മുഖം ഇപ്പോഴും മലയാളികൾ മറക്കില്ല. ആ ട്രെയിനിൽ വെച്ച് ഈ നരാധമൻ പീഡിപ്പിച്ചു കൊന്ന സൗമ്യയുടെ മുഖം മലയാളികൾ മറക്കില്ല. ഇപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ആ മുഖമുണ്ട്. നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ദൗർബല്യങ്ങളോ എന്തൊക്കെ ആവട്ടെ, വധശിക്ഷയിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടു. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. ഇതിനിടെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിരുന്നു ഗോവിന്ദച്ചാമിയെ പറ്റിയിട്ട്. അയാൾക്ക് മട്ടൺ ബിരിയാണി കിട്ടാത്തതിന് ജയിൽ ജീവനക്കാരെ മുഴുവൻ തല്ലി ഒച്ചപ്പാടുണ്ടാക്കി ബഹളമുണ്ടാക്കി. ആ സൗമ്യയെ കൊന്ന ആ നാളുകളിൽ കണ്ട ഗോവിന്ദച്ചാമി അല്ല പിന്നീട്. ഗോവിന്ദച്ചാമി ഒരുപാട് മാറി. ജയിലിൽ കിടന്ന് നമ്മുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ച് ഇയാളെ നമ്മുടെ സർക്കാർ തീറ്റിപ്പോറ്റുകയായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ പുലർച്ചെ ഏതാണ്ട് ഒരു 1:30 മണി സമയത്താണ് ഇയാൾ ജയിൽ ചാടിയത് എന്നാണ് ആദ്യ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത്. പിന്നീട് പോലീസുകാർ പറയുന്നത് അതല്ല, അത് അതിനുശേഷമാണ് 2:30 3 മണിക്കോ 4 മണിക്കൊക്കെയാണ്. എന്തെങ്കിലും ആവട്ടെ, ഇനി 4 മണിക്കാണ് ജയിൽ ചാടിയതെന്നാവട്ടെ, ഈ വിവരം പോലീസിലെ അറിയിക്കുന്നത് രാവിലെ 7 മണിക്കാണ്. നിങ്ങൾ ആലോചിക്കണം, ഏറ്റവും അപകടകാരിയായ ഒരു ക്രിമിനൽ, ഒരു കൊലപാതകി ജയിൽ ചാടി എന്ന വിവരം പോലീസിന് കിട്ടുന്നത് രാവിലെ 7 മണിക്കാണ്. ഇയാൾ ജയിൽ ചാടിയത് 1:30 മണിക്കാണ് എന്ന ആദ്യ റിപ്പോർട്ടുകൾ, പിന്നീട് 4:30 മണിക്കാണെന്ന് പറഞ്ഞു. ഇനി 1:30 മണി വിടാം നമുക്ക്. 4:30 മണി ആയാൽ തന്നെയും ആ വിവരം നമ്മുടെ പോലീസ് അറിയുന്നതും അന്വേഷണം ആരംഭിക്കുന്നതും 7 മണിക്കാണ്. എങ്കിലും പോലീസുകാർ പിടിച്ചു.